മേപ്പാടി സ്കൂളിലെ ക്യാമ്പിൽ നിന്ന് ആളുകൾ ബന്ധുവീടുകളിലേക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം വന്നപ്പോൾ 600 ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 100-ൽ താഴെ കുടുംബങ്ങളാണല്ലേ. പക്ഷേ ഈ ക്യാമ്പിൽ വന്ന് ആദ്യത്തെ ദിവസം തൊട്ട് ഇത്രയും നേരം ഇവർക്ക് വേണ്ടി ഫുൾ ടൈം കഷ്ടപ്പെട്ടത് ഇതുപോലെയുള്ള നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ സ്റ്റുഡൻസ് പോലീസുകാർ. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ചൂരൽമല സ്കൂളിലെ വെള്ളാർമല സ്കൂളിലെ കുട്ടികളും കൂടി ഇങ്ങോട്ട് വരിക. അപ്പോൾ അവരും കൂടി വരുമ്പോൾ എന്താ തോന്നുന്നത് നാട്ടിന്? നല്ല സന്തോഷമാണ്. നമുക്ക് അവരെ കൂടി നമുക്ക് കുറച്ച് കൂടുതൽ കൂട്ടുകാരെ കിട്ടുന്നത് നമുക്ക് നല്ല സന്തോഷം തന്നെയാണ്. ഇവിടെ നിന്നപ്പോൾ തന്നെ ഓരായിട്ട് കുറേ ആൾക്കാരായിട്ട് ഫ്രണ്ട്സായി. ഇനി ഓര് വരുമ്പോൾ കുറച്ചും കൂടിയും നല്ലൊരു ഇതായിരിക്കും. അവർ വരികയാണെങ്കിലും നല്ല സൗഹൃദം തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇത്. ഓരോ വിദ്യാഭ്യാസം ഇനി എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ ഒരു ഞങ്ങളുടെ കൂടെ പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്തവണയും ഇവിടുത്തെ അധ്യാപകർ 27-ാം തീയതി മഴ ശക്തമായപ്പോൾ തന്നെ കുട്ടികളെയൊക്കെ വിളിച്ചു ചേർത്തു. ആ പ്രദേശങ്ങളിൽ നിന്ന് ഉള്ള കുട്ടികൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകി. മഴ കടുത്താൽ, വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടായാൽ കരുതലോടെ ഇരിക്കണം. ആ കരുതലോടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോൾ എല്ലാവരെയും അറിയിക്കണം. ആ കുട്ടികളെ വിളിച്ചറിയിച്ചു. അന്ന് ഇവിടെ നിന്ന് പോയ, ഈ ക്ലാസ് കേട്ടുപോയ ഒരു കുട്ടിയാണ് അവിടെ ഒരുപാട് കുട്ടികൾക്ക്, ഒരുപാട് വീട്ടുകാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയത്. അവരാണ് മുണ്ടക്കയിൽ നിന്ന് ആദ്യം ഓടി മാറിയത്. നമ്മളെ ഒരാഴ്ചയായിട്ട് ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതൊരു നമ്മൾ ഒരു കഷ്ടപ്പാടായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത് നമ്മുടെ അവരോട് ചെയ്യുന്ന നമുക്ക് അവർ വരുമ്പോൾ തന്നെ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കഷ്ടപ്പാടായിട്ട് കണക്കാക്കാൻ പറ്റൂല. ഓരോരുത്തരെയായി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം എന്ന് ഈ കുട്ടികളാണ് ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ മേപ്പാടി സ്കൂള് അത്തരത്തിലും കൂടിയുള്ള ഒരു അതിജീവനത്തിൻ്റെ ക്യാമ്പാവുകയാണ്.